ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ നല്ല എളുപ്പത്തിലുള്ള കുറച്ച് റെസിപ്പീസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. രാവിലെ മുതലുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. വീഡിയോ എല്ലാവരും മുഴുവനെ തന്നെ കണ്ടു വെക്കുക. കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. പിന്നെ ലൈക്കിൻ്റെ കാര്യം ഞാൻ എടുത്തു പറയുന്നത്, നിങ്ങൾ കുറേ പേരെങ്കിലും വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാൻ മറന്നു പോകുന്നുണ്ട് കേട്ടോ. കമൻ്റ് ഇടുന്നുണ്ട്, ലൈക്ക് ചെയ്യാൻ മറന്നു പോകുന്നവർ ഒരുപാടുണ്ട്. അതാണ് തുടക്കത്തിലേ ഞാൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ വീഡിയോ കണ്ടിട്ട് മറന്നു പോവാതെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഇട്ടിട്ട് പോയാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഇന്നത്തെ ദിവസം രാവിലെ ഞാൻ മുറ്റടിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് മുറ്റത്തുണ്ട്. റഫീക്ക് ഇതാ പുറത്തുള്ള പരിസരമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യലാണ് കേട്ടോ. നമ്മൾ നോമ്പൊക്കെ ആയിട്ട് അതിൻ്റെ മുമ്പ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെ റോട്ടിലേക്ക് നിൽക്കുന്ന അങ്ങനത്തെ വളച്ചെടീൻ്റെ മരങ്ങൾ, വള്ളിയൊക്കെ ഇങ്ങനെ കയറി വരുമല്ലോ റോട്ടിലേക്ക്. അപ്പോൾ അതൊക്കെ അപ്പുറത്തുള്ള ആ ഒരു സൈഡിലുള്ള ആ ഭാഗത്തു നിന്നുള്ളതൊക്കെ കട്ട് ചെയ്ത്, പിന്നെ നമ്മളെ മാവിൻ്റെ പൂവും ഇലയും ഒക്കെ ഇപ്പോൾ കണ്ണിമാങ്ങ കേട്ടോ. ഇപ്പോൾ കുറച്ച് വലുതായി, എന്നാലും മാങ്ങയും ഇലയും ഒക്കെ ആയിട്ട് ഒരുപാട് ഇങ്ങനെ റോട്ടിലുണ്ടാകും. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യലും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ അടിച്ചു വാരിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ റോഡ് മുഴുവൻ ഇതാ അവിടെ നിന്ന് ഇങ്ങോട്ട് റഫീക്ക അടിച്ചു വാരിയിട്ടുണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്കേ ഇവിടെ നടക്കുന്നതാണ് കേട്ടോ. റോഡൊക്കെ നല്ല ക്ലീൻ ആയിട്ടിരിക്കണം. ഇപ്പോൾ ഇടയ്ക്ക് നമ്മൾ മുന്നിലുള്ള വീട്ടിലത്തെ നിശയില്ല, നിശയോ അവിടുത്തെ മോളൊക്കെ അടിക്കും. സമയം കിട്ടുന്ന സമയത്ത് റഫീക്ക് അടിക്കും. ഞാൻ അടിക്കലേ ഇല്ല കേട്ടോ, വളരെ അപൂർവമാണ്. എനിക്ക് അതിനുള്ള സമയം കിട്ടൂല. മുറ്റം അടിക്കുമ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ടൈമാവും. പിന്നെ എനിക്കും പുറത്തും കൂടെ ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇവർ രണ്ടാളും ഉണ്ടോ അടിച്ചു വരെ. പിന്നെ നമ്മളെ കല്യാണിച്ച് വരുന്ന ദിവസം കല്യാണിച്ചും അടിക്കും അങ്ങനെ. അപ്പോൾ ഇതാ ആ പോസ്റ്റിൻ്റെ മുകളിൽ കൂടെ ഒക്കെ ഇങ്ങനെ വള്ളി കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വള്ളിയൊക്കെ ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. നമ്മൾ റമദാൻ്റെ ഒക്കെ മുമ്പ് ഇങ്ങനെ മുറ്റത്ത് ഓരോ കാര്യങ്ങൾ ചെടിയിലും ഒക്കെ ചെയ്തതാണ് കേട്ടോ. ഇപ്പോൾ കുറേ ആയിട്ട് ഒന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ നല്ല മോശമായിട്ടുണ്ടായിരുന്നു. പെരുന്നാളിൻ്റെ ആ ഒരു സമയത്ത് ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ടിരിക്കും കാണാൻ കേട്ടോ. ഇത് നമ്മളെ മാവിൽ ഫുള്ള് മാങ്ങയായിരുന്നു കേട്ടോ, നിറച്ച് മാങ്ങ ഉണ്ടായിരുന്നു. പക്ഷെ ചൂടുകൊണ്ടായിരിക്കും മാങ്ങ പകുതി മുക്കാൽ ഭാഗം തൊയിഞ്ഞു പോയിട്ടോ. അതിന് ശേഷം ഇപ്പം നല്ല മഴയൊക്കെ കിട്ടിയപ്പോൾ ഇത് ബാക്കിയുള്ളത് ഉണ്ട്. എന്നാലും അൽഹംദുലില്ലാ കുഴപ്പമില്ല. പക്ഷെ ആ ഉണ്ടായത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എങ്ങനെയാണ് ഈ മരത്തിൽ ഇത്രയും മാങ്ങ ഉണ്ടാവുമോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. റെഡ് കളർ അല്ലേ? അല്ല, ഫാദർ നട്ടതാണെങ്കിൽ എന്തായാലും നല്ലതായിരിക്കും. പുളി കൂടുതലോ മധുരം ഉണ്ടാവും. അതിന് ഭയങ്കര പുളിയുള്ള മാങ്ങ പുളി കൂടുതൽ അല്ല മധുരം ഉണ്ടാവും എന്നാണ്. പച്ചക്കാനക്കല്ല വീണിക്കണേ. ഇത് നല്ലതായിരിക്കും. അങ്ങനെ പുറം അടിച്ചു വാരലും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ രാവിലെ തന്നെ അതിന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം അതിനായിട്ട് ഇറങ്ങിയതാട്ടോ. ഇനിയിപ്പോൾ അകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് നമുക്ക് ഗസ്റ്റ് ഉണ്ട് കേട്ടോ. റഫീഖാൻ്റെ ഫ്രണ്ടും ഫാമിലിയൊക്കെ വരുന്നുണ്ട്. ആരാന്ന് ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ ആക്കാനുണ്ട്. അതിൻ്റെ മുമ്പ് വീട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരുക്കി വെക്കാനും കൂടെ ഉണ്ട് കേട്ടോ. ഭയങ്കര ക്ലീനിങ്ങും കാര്യങ്ങളൊന്നുമില്ല, എന്നാലും പ്ലാന്റൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഒന്ന് റെഡിയാക്കി വെക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇന്നലെ അകത്ത് വെച്ച പ്ലാന്റ് ഞാൻ പുറത്ത് വെള്ളമൊഴിച്ചിട്ട് രാത്രിയിൽ വെള്ളമൊഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വെള്ളം നന്നായിട്ടൊന്ന് വാർന്ന് വന്നിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് അകത്തേക്ക് എടുത്ത് വെക്കണം. പിന്നെ അകം ഇന്നലെ അടിച്ചു വാരി തുടക്കലും കാര്യങ്ങളൊക്കെ ഇന്നലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു വാരിയാൽ മാത്രം മതി. കാര്യം നമ്മൾ ഫുഡ് ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഫുഡൊന്നുമില്ല, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതുണ്ടാക്കാനാണെങ്കിൽ നമ്മൾ ഫുഡിനെ കുറച്ച് സമയം ഫുഡിനായിട്ട് പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ക്ലീനിങ്ങിന് നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇന്നലെ തന്നെ
പണികളൊക്കെ തീർത്തിട്ടുണ്ട്, മറ്റുള്ള പണികളൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പൊതുവേ അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യൽ. ഗസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പം നമ്മൾ അലക്കൽ തുടക്കൽ അങ്ങനത്തെ പണികൾ ഉണ്ടാവുമല്ലോ, ക്ലീനിങ് പണികൾ, അത് നേരത്തെ അങ്ങ് ഒരു ദിവസം മുമ്പേ അല്ലെങ്കിൽ ഒരു ദിവസം മുമ്പേ അങ്ങ് ചെയ്തു വെക്കൂട്ടോ. തലേ ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം മുമ്പേ അങ്ങ് ചെയ്തു വെക്കൂട്ടോ. അപ്പോൾ നമുക്ക് അത്രയും ഹെവി ആവില്ല. അപ്പോൾ നമ്മൾ ഒറ്റക്കൊക്കെ ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് അത്രയും ഇപ്പോൾ ഇന്നത്തെ ഫംഗ്ഷൻ അല്ല കേട്ടോ ഞാൻ പറയുന്നത്, പൊതുവേ ഉള്ളത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പിറ്റേ ദിവസം നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരിക്കൽ മാത്രം ചെയ്താൽ മതി. ഒന്ന് എങ്ങനെയാണോ നിങ്ങൾ വീട് ഒരുക്കി വെക്കുന്നത് ഒന്ന് ഒതുക്കി പെറുക്കി ബെഡെല്ലാം ക്ലീനാക്കി, കുട്ടികളുടെ വീടാണെങ്കിലും എല്ലാം ലിവിങ്, നമ്മളെ സിറ്റ് ഔട്ട്, ബെഡ്റൂം കാര്യങ്ങളൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കാനേ ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മൾ ക്ലീനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഗസ്റ്റൊക്കെ പോയി കഴിഞ്ഞാൽ എന്തായാലും പിറ്റേ ദിവസം നമുക്ക് എന്തായാലും ഒരു ക്ലീനിങ് മസ്റ്റാണല്ലേ, എന്തായാലും ചെയ്യേണ്ടി വരും. അപ്പോൾ പിന്നെ ആ ദിവസം ഞാൻ അതിന് വേണ്ടിയിട്ട് നിൽക്കില്ല കേട്ടോ, ഫുഡിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യൽ പൊതുവേ. അപ്പോൾ ഇതാ നമ്മളെ അടിച്ചു വാരലും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ടേബിളൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് എന്താ പറയുക, മൊത്തത്തിലൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ബെഡ്റൂമൊക്കെ വിരിച്ചിട്ട് ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പ്ലാന്റൊക്കെ ഒന്ന് റെഡിയാക്കി. ടേബിളിൽ കണ്ട നിങ്ങൾ ഞാൻ ഈദിന് വെച്ച ഫ്ലവറാണ്. ഇപ്പോൾ വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായി, എന്നാലും എനിക്ക് കുറേ നാൾ 2 ആഴ്ചേൻ്റെ മുകളിലൊക്കെ നിൽക്കലുണ്ട് കേട്ടോ. ഇതിന് വാങ്ങിയ ഫ്ലവർ നമ്മൾ കുറച്ച് ഷുഗർ അതിലിട്ട് കൊടുക്കും. ആ ഒരു വെള്ളത്തിൽ ഫ്ലവർ ഇങ്ങനെ വെക്കുന്ന ആ വെള്ളത്തിൽ ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂണൊക്കെ ഇട്ട് വെക്കാം. അപ്പോൾ നമ്മൾ സാധാരണ കിട്ടുന്നതിനേക്കാളും കുറച്ച് ദിവസം കൂടുതൽ കിട്ടും. പിന്നെ ഞാൻ വീട്ടിൽ പോയ സമയത്ത് അത് ഞാനിങ്ങനെ പേപ്പറിൽ കവർ ചെയ്തിട്ട് 2 ദിവസം അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചു, ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ വെച്ചു. എന്നിട്ട് പിറ്റേ ദിവസം വന്നിട്ട് അത് എടുത്ത് പുറത്ത് വെച്ചു. അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചപ്പോൾ കുറച്ച് നാൾ എനിക്കതിങ്ങനെ നീണ്ടു നിന്നു. കാരണം ഫ്ലവറിനൊക്കെ നല്ല റേറ്റ് അല്ലേ, അത് വാങ്ങുമ്പോൾ അറിയാട്ടോ നമുക്ക് ഓരോ റോസിനൊക്കെ ഭയങ്കര റേറ്റാണ് വരുന്നത്, ബെഡ് റോസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് കുറച്ച് നാൾ കിട്ടിയെന്ന് പറയാം. നല്ല രസമല്ലേ എന്താ പറയുക, ടേബിളിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് കാണാനായിട്ട്. അപ്പോൾ നമ്മളെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് റഫീക്ക പോയിട്ടുണ്ട്, റഫീക്ക ഡ്യൂട്ടിക്ക് പോയി. ഇനി എൻ്റെ കിച്ചണിലെ കാര്യങ്ങളാണ് ഇനിയുള്ളത് കേട്ടോ. വാവ ഉണ്ട് വീട്ടിൽ. അപ്പോൾ കുറേ പേര് ചോദിക്കലുണ്ട്, ഞാൻ പറയാൻ വിട്ടു പോകുന്നതാണ് കേട്ടോ. അധിക വീഡിയോയിലും ഞാൻ ചില വീഡിയോയിലേ കാണിക്കലുള്ളൂ, ചില വീഡിയോയിൽ കാണിക്കലില്ല. പക്ഷേ ഇവിടെ ഉണ്ട് കേട്ടോ. ഇല്ലാത്ത ദിവസം ഞാൻ പറയലുണ്ട് ഇവിടെ ഇല്ല, നമ്മൾ ഫുഡ് അപ്പോൾ അത്രയും ഉണ്ടാക്കുന്നുള്ളൂ അല്ലെങ്കിൽ ഇന്നതാണെന്ന് ഞാൻ പറയലുണ്ട്, പറയാൻ വിട്ടു പോകുന്നതാണേ. പിന്നെ ഇതില്ലേ, ഇത് നമ്മളെ കണ്ണിമാങ്ങയില്ലേ, കണ്ണിമാങ്ങ മീൻസ് നമ്മൾ കാട്ടുമാങ്ങ എന്ന് നമ്മൾ പറയും, ചിലർ നാട്ടുമാങ്ങ എന്ന് പറയും. അത് കുഞ്ഞിതായിട്ട് നമുക്ക് റഫീഖാൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ടു തന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഞെട്ടോടെ ഇങ്ങനെ ഇട്ട് വെക്കൂലേ നമ്മൾ, കല്ലുപ്പ് വെതറിയിട്ട് അങ്ങനെ ഇട്ട് വെച്ചതാണ് കേട്ടോ. ഇനി അതിങ്ങനെ കുലുക്കി കൊടുക്കും. അതിന് വേണ്ടിയിട്ട് ഞാൻ കാണുന്ന ഭാഗത്ത് തന്നെ അത് വെച്ചേക്കുക കേട്ടോ. എന്നിട്ട് അതിങ്ങനെ കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് എല്ലാ ദിവസവും ഇന്ന് ചെയ്തു ഇനിയിപ്പോൾ നാളെ ചെയ്യും, അങ്ങനെ ഒന്നിങ്ങനെ കുലുക്കി കൊടുക്കും. അപ്പോൾ ആ ഉപ്പൊക്കെ അതിൽ ഉപ്പും അതിൻ്റെ ആ നീരും കറിയില്ലേ അതും കൂടെ ഇങ്ങനെ വെള്ളമായിട്ട് അതിങ്ങനെ മുകളിലേക്ക് വെള്ളമായിട്ട് വരും. അതിൻ്റെ ശേഷമാണ് ഞാനത് കബോർഡിൻ്റെ ഉള്ളിലേക്കൊക്കെ എടുത്തു വെക്കുള്ളൂ. അതിങ്ങനെ ഒന്ന് സെറ്റായതിന് ശേഷം, ഇല്ലെങ്കിൽ അത് മുകളിലേക്ക് പൂപ്പൽ വരും കേട്ടോ. ഞാനത് ചെയ്യുന്ന വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, എൻ്റെ അടുത്ത് മിസ്സായി പോയിട്ടുണ്ട്. നോക്കട്ടെ, ഞാൻ അത് കിട്ടുകയാണെങ്കിൽ ഞാൻ ഏതെങ്കിലും വീഡിയോയിൽ ആഡ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ദാ ഞാൻ ആദ്യം തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള പുഡിംഗ് ഒന്ന് ആക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. അത് തണുത്ത് സെറ്റായിട്ട് വരണം. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. റഫീഖൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും. അപ്പോൾ ഇതാ ഒരു പാക്കറ്റ് പാല് ഞാൻ ഒരു സോസ് പാനിൽ ഒഴിച്ചിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാലൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് നമ്മുടെ മിൽക്ക് മെയ്ഡ് കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുത്തോ കേട്ടോ, അല്ലെങ്കിൽ മധുരത്തിന് പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, നിങ്ങളടുത്ത് മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിലത്തെ കാര്യമാണ് പറയുന്നത് കേട്ടോ. പാൽപ്പൊടി കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളമൊന്നും ആക്കരുത് കേട്ടോ. ആ ഒരു മിൽക്ക് മെയ്ഡിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി, ആ ക്രീമി ആ ഒരു ടേസ്റ്റും കാര്യങ്ങളും ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഉണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ മിൽക്ക് മെയ്ഡ് ഉള്ളത് ചേർത്ത് കൊടുത്തിട്ട് ബാക്കിക്ക് നിങ്ങൾ പഞ്ചസാര കുറച്ച് ചേർത്ത് കൊടുത്ത് ബാക്കി പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. ഫുള്ളായിട്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല, മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. പിന്നെ 2 ടീസ്പൂൺ നമ്മുടെ കസ്റ്റാർഡ് പൗഡർ, വാനില ഫ്ലേവർ കസ്റ്റാർഡ് പൗഡർ ഒന്ന് കുറച്ച് പാലിലൊന്ന് മിക്സ് ആക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കുറച്ച് ഇതിൽ നിന്ന് തന്നെ ഒരു പാക്കറ്റ് പാലിൽ നിന്ന് തന്നെ ഞാൻ കുറച്ച് അങ്ങോട്ട് ഒരു 1/4 കപ്പ് പാലങ്ങ് മാറ്റിയിട്ട് അതിൽ ആക്കി ഒഴിച്ചിട്ടേ ഉള്ളൂ. അതൊന്ന് തിളച്ച് വന്നിട്ട് ഒരു 1/2 മിനിറ്റും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. അത്രയും മതി കേട്ടോ. അത് തിക്കാക്കി എടുക്കേണ്ട കാര്യമൊന്നുമില്ല, അതിൽ തിക്കായിക്കോളും. ഒരുപാട് തിക്കാക്കി എടുക്കരുത് കേട്ടോ, കട്ടിയായി പോവും. അപ്പോൾ ഇത്രയും മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വാനില എസൻസ് കാര്യങ്ങളൊന്നും ഇതിന് ആവശ്യമില്ല കേട്ടോ. ഇനി
നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഫ്രഷ് ക്രീമില്ലേ അത് കുറച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. കാരണം ഇതിനൊരു പ്രത്യേക ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇത് ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാട്ടോ. ഫ്രഷ് ക്രീം അതിനൊന്നും ഒരു പ്രത്യേകിച്ച് കണക്കും കാര്യങ്ങളൊന്നുമില്ല. ഒരു അരക്കപ്പോ 1/4 കപ്പോ ഒക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. എൻ്റെ സൗണ്ടിന് ചെറിയ പ്രശ്നം ഉണ്ടാവും കേട്ടോ, ചെറുതായിട്ട് കോൾഡ് പിടിച്ചിട്ടുണ്ട്, സോറി. ഇനിയിപ്പോൾ ഇതാ ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക. ഇത് ഞാൻ നിങ്ങൾ സെറ്റാക്കുന്ന ഒരു പാത്രത്തിലേക്ക് കണക്കാക്കിയിട്ട് വേണം നിങ്ങൾ മിൽക്കിൻ്റെ മിക്സ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ ബ്രെഡ് കാര്യങ്ങൾ എടുക്കാനൊക്കെ കേട്ടോ. ഏത് പാത്രത്തിലാണോ നിങ്ങൾ സെറ്റാക്കുന്നത് അതിനനുസരിച്ചുള്ള ബ്രെഡും കാര്യങ്ങളൊക്കെ എടുക്കുക. അതിനൊന്നും ഇത്ര എണ്ണം എന്നുള്ള പ്രത്യേകിച്ച് അളവൊന്നും ഞാൻ പറയുന്നില്ല. സൈഡിലൊന്ന് കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ബ്രെഡ് അല്ലെങ്കിൽ കേക്കില്ലേ, വനില ഫ്ലേവറിൽ ഭയങ്കര ലൈറ്റ് എന്താ പറയുക, കുത്തൽ ഫ്ലേവർ ഇല്ലാത്ത ആ ഒരു സാധാ കേക്കില്ലേ, ടീ കേക്ക്, അതിലൊക്കെ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ബ്രെഡിൽ ഇപ്പോൾ നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ബ്രെഡല്ലേ, ബ്രെഡാകുമ്പോൾ നല്ല ഈസി അല്ലേ. അപ്പോൾ ഇതാ ഒരു ലെയർ ഞാൻ നമ്മുടെ കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് പാൽ എടുത്തിട്ട് അതിലേക്ക് 1-2 ടീസ്പൂൺ നമ്മുടെ മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ബ്രെഡ് ആയാലും ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ടിട്ട് കുറച്ച് പാൽ മതി കേട്ടോ. ഞാൻ എടുത്ത പാൽ കൂടുതലാണ്, അത്രയൊന്നും ആവശ്യമില്ല. ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് നനച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. പെട്ടെന്ന് ഇങ്ങനെ കുതിർന്നു പോകണ്ട. അത് നമ്മളിങ്ങനെ സ്കൂപ്പ് ചെയ്ത് എടുക്കുമ്പോൾ അതൊന്ന് വെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തെടുക്കുന്നത്. ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് ക്രീമി ടെക്സ്ചർ കിട്ടും ബ്രെഡ് നമ്മളിങ്ങനെ ഒന്ന് നനച്ച് വെച്ച് കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ നിങ്ങളെ പാത്രത്തിനനുസരിച്ച് ഒന്ന് ബ്രെഡ് കട്ടാക്കിയിട്ടോ അങ്ങനെയൊക്കെ ഒന്ന് ലെവലാക്കിയിട്ട് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിൽ കണക്കാക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതെനിക്ക് ഈ ഒരു പാത്രത്തിൽ ഞാൻ പുഡിംഗ് ഉണ്ടാക്കുമ്പോൾ ഒരു പാക്കറ്റ് പാലിൻ്റെ മിക്സ് എനിക്ക് കറക്റ്റാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഇത് തന്നെ എടുത്തത്. ഇനി 2 ലെയർ ഞാൻ ബ്രെഡ് വെച്ച് കൊടുത്തേ. 2 ലെയർ ബ്രെഡ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള നമ്മൾ കസ്റ്റാർഡ് മിക്സില്ലേ അത് ഫുള്ളായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ലെവലാക്കിയിട്ട് എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ഗ്യാപ്പില്ലാതെ ഒഴിച്ചു കൊടുക്കുക. ഇനി നിങ്ങൾ വേറെ വലിയ പാത്രമൊക്കെ ആയിപ്പോയാൽ വീണ്ടും കുറച്ച് കസ്റ്റാർഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഒഴിച്ചു കൊടുത്താലൊക്കെ മതി കേട്ടോ, പ്രശ്നമൊന്നുമില്ല. കുറച്ചുകൂടെ പാലൊക്കെ എടുത്തിട്ട് ചെയ്യാം. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതില്ലേ നമ്മൾ പുഡിങ് സെറ്റാക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു ചൂട് പോയതിന് ശേഷം അരമണിക്കൂറോ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ ഒന്ന് ഫ്രീസറിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നല്ല തണുത്ത് സെറ്റായിട്ട് കിട്ടും. അങ്ങനെ ചെയ്തു. ഞാൻ അധികവും അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യൽ. ഇപ്പോൾ ഇന്നും അങ്ങനെ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നിങ്ങളെ കയ്യിലുള്ള കാഷ്യൂ നട്ട്സ് ആണെങ്കിൽ കാഷ്യൂ നട്ട്സ്, പീനട്ട് ആണെങ്കിൽ പീനട്ട്സ് എടുക്കുക. എന്താണോ നിങ്ങളെ ബദാം ആണെങ്കിൽ ബദാം. ഞാനിപ്പോൾ എല്ലാം കൂടെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇങ്ങനെ കാണും. എന്താണോ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, പ്ലെയിൻ ആയിട്ട് മതി. പക്ഷേ ഈ നട്ട്സൊക്കെ അതിൽ ചേരുമ്പോൾ നമ്മളിങ്ങനെ സ്കൂപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ കട്ട് ചെയ്തിട്ട് ഇട്ടിട്ട് ഉണ്ടാക്കിയെടുത്തോ കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ കുറച്ച് നട്ട്സൊക്കെ അങ്ങ് ഒന്ന് ആർഭാടാക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയൊന്നുമില്ല, ഞാൻ ഫ്രീസറിൽ 1 മണിക്കൂർ ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കുക ചെയ്യുക. സമയമുണ്ടെങ്കിൽ 1 മണിക്കൂർ ഫ്രീസറിൽ വെച്ചതിന് ശേഷം പിന്നെ ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റും കേട്ടോ. എന്നിട്ട് നമ്മൾ ഗസ്റ്റ് എപ്പോഴാണ് വരുന്നത് അപ്പോൾ നമുക്ക് പുറത്തെടുത്താൽ മതി. പിന്നെ ഫ്രിഡ്ജിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ പുഡിങ് സെറ്റാകാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഷടപടേന്ന് ചെയ്തെടുക്കുക. അപ്പോൾ കുറച്ച് ബീഫ്, 1 കിലോ ബീഫിൻ്റെ അളവാട്ടാണ് ഞാൻ പറയുന്നത്. 1 കിലോ ബീഫ് കഴുകി ക്ലീൻ ചെയ്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതിന് റമൽത്താൻ്റെ അവിടുന്ന് കഴിച്ച ബീഫിൻ്റെ റെസിപ്പി ചെയ്യണമെന്ന്. അപ്പോൾ സെയിം റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഒരു 1/4 ഇഞ്ച് നീളത്തിലുള്ള ഒരു 1/2 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു 5 ടല്ലി വെളുത്തുള്ളി വെറുതെ ചതക്കണ്ട, വെറുതെ ഇട്ട് കൊടുത്താൽ മതി. ചതച്ചാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ 3 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇത്ര തന്നെ മതി. കാര്യം നമ്മളിനി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കിക്ക് 3-4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ബാക്കി എരിവിനനുസരിച്ച് നമ്മൾ കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്, ബീഫിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ചിലർ ചോദിക്കും ഗരം മസാല വേണ്ടേ, അത് വേണ്ടേ, ഇത് വേണ്ടേ എന്നൊക്കെ ചോദിക്കും. ഇതിൽ ഞാൻ ഇട്ട സാധനങ്ങൾ മാത്രം മതി കേട്ടോ. നിങ്ങൾ എക്സ്ട്രാ വേറെ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. കുറച്ച് ഉലുവ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. പ്രത്യേകിച്ച് വെള്ളവും കാര്യങ്ങളൊന്നും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് കറി പോലെ കുറച്ച് ഗ്രേവിയിൽ വേണമെങ്കിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തോ. ഞാനിപ്പോൾ ഒരു വരട്ട് മോഡലിലാണ്, എന്നാൽ തന്നെ അതിൽ വെള്ളം ഇറങ്ങി വരും കേട്ടോ. ഇനി ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കൂടെ വെച്ചാൽ നമ്മൾ ബീഫ് റെഡി ആക്കണം. ബീഫിനൊക്കെ ഓരോന്നിനും ഓരോ വേവല്ലേ, അപ്പോൾ അതൊന്നും നിങ്ങൾ നോക്കണ്ട.
ഇനിയിപ്പോൾ നമ്മളെ ചോറ് അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ബിരിയാണി നെയ്ച്ചോറ് അങ്ങനത്തെ ഒന്നും വേണ്ട, മന്തി അങ്ങനത്തെ ഒന്നും വേണ്ട, സാധാ ചോറും കറികളും മതിയിട്ടാണ്. അപ്പം അതിലേക്കുള്ളതാണ് നമ്മൾ ആക്കിയെടുക്കുന്നത്. ഇപ്പോൾ ചോറിനുള്ള അരിയും കൂടെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് കുറച്ച് കൂടുതലും കൂടെ വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നിട്ട് ഞാൻ അങ്ങനെ തന്നെ വെക്കൂടാ. നല്ല വേവുള്ള അരിയാണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ 5 മിനിറ്റും കൂടെ വെച്ചിട്ടങ്ങ് ഓഫാക്കിയിടും. എന്നിട്ട് എയറെല്ലാം പോയതിന് ശേഷം വാർത്തെടുത്താൽ കറക്റ്റായിരിക്കും. നന്നായിട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ട് വാർത്തെടുക്കും. അപ്പോൾ കറക്റ്റായിട്ട് വെന്ത് കിട്ടാറുണ്ട്. വേഗം വേവുന്ന അരിയാണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ അടിച്ചിട്ട് ഓപ്പൺ ആക്കി നോക്കുക ചെയ്യുക കേട്ടോ. വിസിൽ പോയതിന് ശേഷം എയർ പോയതിന് ശേഷം ഓപ്പൺ ആക്കി നോക്കും. അങ്ങനെ അരിക്കനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അത് നമുക്കൊരു നേക്ക് മനസ്സിലാക്കി കിട്ടിയാൽ വേഗം എളുപ്പമാണ്. ഇനിയിപ്പോൾ നമ്മളെ ബീഫൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ചോറും ഞാനവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ വെന്തിട്ട്. അപ്പോൾ ചട്ടിയിൽ ഒരു കടായിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു, കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് എരിവിനാവശ്യത്തിൽ 1-2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ബീഫ് ആ ഒരു ഗ്രേവിയോട് കൂടിയിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കുക. നിങ്ങൾക്ക് ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കുക, അല്ല ഗ്രേവി പരുവത്തിലാണെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വറ്റിച്ചെടുക്കണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുക്കുക. അപ്പോൾ നല്ല കറക്റ്റായിട്ട് അങ്ങനെ കുറുകി സെറ്റായിട്ട് വരും കേട്ടോ. അതൊന്ന് റെഡി ആയിട്ട് വരട്ടെ. അപ്പോൾ ഇത് കണ്ട നമ്മളെ ബീഫ് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ മതിയിട്ട് നിങ്ങൾക്ക് ഇതിനേക്കാൾ ഇങ്ങനെ കറുത്ത് ആ ഒരു ഇങ്ങനെ ഡ്രൈ ആയിട്ട് വരണമെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ചിട്ട് തുറന്ന് വെച്ചിട്ട് ഒരു മീഡിയം അല്ല കുറച്ചുകൂടെ ലോ ഫ്ലെയിമിലേക്ക്, ഭയങ്കര ലോ ഫ്ലെയിമിലും വെക്കണ്ട, അങ്ങനെ വെച്ചിട്ട് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരിക്കുകയും ഇങ്ങനെ കറുത്ത് നമ്മളെ ബീഫ് ഇങ്ങനെ ഡ്രൈ ആയിട്ട് വരും. ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എടുക്കുക. അത് രണ്ടും ആ ഒരു കറുത്ത ബീഫിൻ്റെ റെസിപ്പിയും ഈ ഒരു ഗ്രേവി ടൈപ്പ് ഈ ഒരു ബീഫിൻ്റെ റെസിപ്പിയും ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നല്ല കിടിലൻ ബീഫ് റോസ്റ്റാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കോ. എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. നല്ല ടേസ്റ്റുള്ള ബീഫ് എടുക്കുക കേട്ടോ. നമ്മൾ എല്ലും നെയ്യും എല്ലാം കൂടെ കൂടിയിട്ടുള്ള ബീഫില്ലേ അതെടുത്തോ. ഇനിയിപ്പോൾ നമ്മൾ സാമ്പാറാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ നോമ്പെല്ലാം കഴിഞ്ഞ് പെരുന്നാളെല്ലാം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന സാമ്പാറാണ്. അപ്പോൾ കുക്കർ അടുപ്പത്ത് വെച്ചു, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഒരു 3 ടീസ്പൂൺ മുളക് പൊടി, ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. നന്നായിട്ട് ആ വെളിച്ചെണ്ണയിലൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. കരിഞ്ഞു പോകരുത് കേട്ടോ. ലോ ഫ്ലെയിമിൽ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇതുപോലെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ഈ ഒരു കളറാവണേ, ഒരുപാട് ഡാർക്ക് ആവരുത്. ഇനി ഇതിലേക്ക് പരിപ്പ് ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. അത് ഒരു പിടി പരിപ്പ്, അത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ചേർത്ത് കൊടുത്തു. പിന്നെ എൻ്റെ കയ്യിലുള്ള കുറച്ച് പച്ചക്കറി കഷ്ണങ്ങൾ അതും കൂടെ എടുത്തിട്ട് അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു സവാളയും ഒരു തക്കാളിയും ഒരു 2-3 പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട്. 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കായമില്ലേ നമ്മളെ സാമ്പാർ കായം, അത് ഒരു 2 പീസ് ഇട്ട് കൊടുത്തു. ഒരു ചെറിയ കഷ്ണം ശർക്കര അത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മളെ പച്ചക്കറി വേവാൻ ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ് എല്ലാം വേവാൻ ആവശ്യത്തിലുള്ള കുറച്ച് വെള്ളം കൂടെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. പിന്നെ ഇതില്ലേ സാമ്പാർ പൊടി ഒന്നും നമ്മൾ യൂസ് ചെയ്യാതെ ഉണ്ടാക്കുന്ന സാമ്പാറാണ് കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കുന്ന അളവിനനുസരിച്ച് മസാലപ്പൊടികൾ കൂട്ടിയും കൊടുത്താൽ മതി. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ 3 വിസിൽ അടുപ്പിച്ച് കൊടുക്കുക. അതൊക്കെ വേവ് നിങ്ങളെ കുക്കറിൽ എങ്ങനെയാണോ അതിനനുസരിച്ച് വിസിൽ അടുപ്പിച്ചെടുത്താൽ മതി കേട്ടോ. എനിക്കിപ്പോൾ ഈ ഒരു കുക്കറിൽ 3 വിസിൽ വന്നിട്ട് എയർ പോയതിന് ശേഷം ഞാൻ ഓപ്പൺ ആക്കി നിൽക്കുള്ളൂ. പരിപ്പും കഷ്ണങ്ങളും എല്ലാം കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും കേട്ടോ ആ ഒരു സമയത്ത്. ഇനിയിപ്പോൾ നിങ്ങൾ പച്ചക്കറിയും അതുപോലെ നമ്മുടെ പരിപ്പും വേറെ വേവിക്കണമെങ്കിൽ അങ്ങനെയും വേവിച്ചെടുക്കുക, കുഴപ്പമൊന്നുമില്ല. പരിപ്പ് മാത്രം സെപ്പറേറ്റ് വേവിച്ചാൽ മതി. ഇനി ഒരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് ചെമ്മീൻ ക്ലീൻ ചെയ്തത്, അതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത്, തക്കാളിയും വലുത് കട്ട് ചെയ്തത്, കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, വേറെ മസാലകളൊന്നും വേണ്ട കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ എരിവിന് ആവശ്യത്തില്ല, നിങ്ങളുടെ കയ്യിൽ എത്രയാണോ ഉള്ളത് അതിനനുസരിച്ചുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ആട്ടോ. ഇതിനൊക്കെ നല്ല കളറായിട്ട് വരും, എന്നാലും ഒരുപാട് അങ്ങ് സ്പൈസി ആവുകയില്ല. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആക്കിയിട്ട് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെമ്മീൻ റോസ്റ്റാണ്. ഞാൻ മുന്നേ ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഓടിച്ച് പറഞ്ഞു പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് പുതിയ വ്യൂസ് വന്നിട്ടുണ്ട്, പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. അവരും കൂടെ ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് റെസിപ്പി ഒന്ന് ഓടിച്ച് പറഞ്ഞു പോകുന്നത്. ഇതിൻ്റെയൊക്കെ ചെമ്മീൻ റോസ്റ്റ് ഒന്ന് കടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റ് റെസിപ്പി കിട്ടും കേട്ടോ.
അപ്പോൾ അതവിടെ മാറ്റി വെച്ചു. അത് വെക്കൊന്നും വേണ്ട കേട്ടോ, നമുക്ക് അപ്പം തന്നെ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ മീനില്ലേ, നമ്മളെ കഷ്ണം മീനുണ്ട്, അതൊന്ന് പൊരിച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതിലേക്കുള്ള മസാലയും കൂടെ ഒന്ന് ആക്കി വെക്കട്ടെ. കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 2 പിഞ്ച് വലിയ ജീരകം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഒരു ഹാഫ് ലെമൺ ജ്യൂസും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് പെരക്കി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള നമ്മളെ കുക്കിംഗ് കഴിയുമ്പോഴത്തേക്ക് മസാലയൊക്കെ പിടിച്ചൊന്ന് സെറ്റ് ആയിക്കോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടോ. പിന്നെ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കണം, ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കണം, അങ്ങനെ. അപ്പോൾ ഇതാ കടായി വെച്ചു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഇനി നമ്മളെ ആ ഒരു മിക്സ്, ചെമ്മീൻ്റെ മിക്സ് അങ്ങനെ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കാം. നമ്മൾ അതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മളെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആക്കി കിട്ടും കേട്ടോ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. അതിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ട് ആ ഒരു ചെമ്മീനും വെന്ത് കിട്ടും, ഉള്ളിയും തക്കാളിയും എല്ലാത്തിലേക്കും അതിൻ്റെ ആ ഫ്ലേവറും കിടന്ന് നമ്മൾ വഴറ്റിയിട്ടുണ്ടാക്കുന്ന ആ ഒരു ചെമ്മീൻ റോസ്റ്റിൻ്റെ ആ ഒരു ടേസ്റ്റും ടെക്സ്ചറും ഒക്കെ നമുക്ക് കിട്ടും. ഇത് കണ്ടോ, 10 മിനിറ്റിന് ശേഷം ഇതാണ് കേട്ടോ ലുക്ക്. നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഒന്നും കൂടെ ഡ്രൈ ആക്കണമെങ്കിൽ തുറന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. 1 മിനിറ്റ് 1-2 മിനിറ്റ് ഒന്ന് തുറന്ന് വെച്ച് കൊടുത്താൽ, ലോ ഫ്ലെയിമിൽ തുറന്ന് വെച്ച് കൊടുത്താൽ പിന്നെയും ഡ്രൈ ആയി കിട്ടും. എനിക്ക് ചോറിൻ്റെ കൂടെയല്ലേ, അപ്പോൾ ഈ ഒരു ഗ്രേവി ടൈപ്പിലാണ് കേട്ടോ ഞാനിപ്പോൾ എടുക്കുന്നത്. ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി സാമ്പാറിലേക്കൊന്ന് ഒരു അരപ്പുണ്ടാക്കുന്നത്, ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് തേങ്ങ. ഇതിൽ ഞാൻ തേങ്ങ വറുക്കാതെയും വറുത്തിട്ടുള്ളത് പറയുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ തേങ്ങയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ, ഇത്രയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 5-6 ചുവന്നുള്ളി, ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു ഗോൾഡൻ കളറിലൊന്ന് വറുത്തെടുക്കാം. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ചിലരൊക്കെ വറുത്തിട്ടാണല്ലേ സാമ്പാർ വെക്കുക, പക്ഷേ ചിലർക്ക് മസാല സാമ്പാർ മാത്രമായിരിക്കും ഇഷ്ടമുണ്ടാവുക. അപ്പോൾ 2 രീതിയിലും ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ രീതിയിൽ സാമ്പാർ വെക്കുമ്പോഴല്ലേ മസാലക്കുത്തൊന്നും ഇല്ലാത്ത നല്ല ടേസ്റ്റുള്ള സാമ്പാർ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ, നല്ല ഈസി ആയിട്ടും. അപ്പോൾ അതാ ഞാൻ അതിലേക്കുള്ള വെണ്ട, അതുപോലെ തന്നെ വഴുതന അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും സെപ്പറേറ്റ് വഴറ്റിയെടുക്കേണ്ട കാര്യമില്ല കേട്ടോ, കൊഴുപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ ഈ രീതിയിൽ ചെയ്ത് നോക്ക്. ഇനി ഇത് തിളച്ച് വന്നതിന് ശേഷം കുറച്ച് പുളിവെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ വഴുതനയും വെണ്ടയും ഒന്നുകൂടെ ഒന്ന് വെന്ത് വരാനായിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കട്ടെ. അതും കൂടെ ഒന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ വഴുതനയും വെണ്ടയും ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ നിങ്ങൾക്ക് വറവ് ഒഴിച്ചിട്ട് കടുക്, കറിവേപ്പില, ഉണക്കമുളക് ഇട്ടിട്ട് വറവ് ഒഴിച്ചിട്ട് യൂസ് ചെയ്താലും നല്ല ടേസ്റ്റുള്ള സാമ്പാറാട്ടോ. ഇനിയിപ്പോൾ അല്ല വറുത്തരക്കുന്നവർക്ക് അങ്ങനെയാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അരപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ അല്ലേ റഫീഖയ്ക്ക് ഇഷ്ടം വറുത്തരച്ച സാമ്പാറാട്ടോ. അപ്പോൾ ഞാൻ അധികവും അത് തന്നെയാണ് ഉണ്ടാക്കുക. നമ്മൾ മാത്രമാകുമ്പോഴാണ് അങ്ങനെ മസാല സാമ്പാർ ഉണ്ടാക്കാറുള്ളൂ, അല്ലെങ്കിൽ രാവിലത്തെ കാര്യത്തിന് മാത്രം. ചോറിലേക്ക് റഫീഖയ്ക്ക് വറുത്തരച്ചതേ ഇഷ്ടമുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് തിളച്ച് വരട്ടെ. ആ ഒരു സമയത്ത് ഇതാ നമ്മൾ ചീരയാട്ടോ ഉപ്പേരിക്ക് എടുത്തിട്ടുള്ളത്. ചീരയിൽ കുറച്ച് തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും അവിടെ വെന്ത് വരട്ടെ. ഇപ്പോൾ ഇതാ സാമ്പാറൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കില്ലേ 1 ടീസ്പൂൺ നെയ്യില്ലേ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാട്ടോ, ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ സാമ്പാറിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾ നെയ്യ് നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഈ സമയത്ത് 1-2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക കേട്ടോ, അപ്പോഴും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇതാ കുറച്ച് വെളിച്ചെണ്ണ, നിങ്ങൾ കുറേ എണ്ണ ഉപയോഗിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കേണ്ട. നമ്മൾ വറവിടുമ്പോൾ ആ ഒരു എണ്ണ അതിലൊന്ന് കുറച്ചാൽ മതി കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണയിൽ വറവിട്ടെടുത്താൽ മതി. ഇത് നമ്മളെ ഉപ്പേരിയും ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. തോരൻ ചില സ്ഥലത്ത് തോരൻ എന്ന് പറയും, ചില സ്ഥലത്ത് ഉപ്പേരി എന്ന് പറയും. അപ്പോൾ ഞാൻ രണ്ടും പറയുന്നുണ്ട്. ഇതാ കുറച്ച് കടുക്, കറിവേപ്പില, ഉണക്കമുളക് ഇട്ടിട്ടൊന്ന് വറവ് വയ്ക്കുന്നുണ്ട്. മല്ലിയിലൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ നല്ല കിടിലൻ സാമ്പാറാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ, പുതിയ വ്യൂവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും, എന്നാൽ നല്ല ടേസ്റ്റുള്ള സാമ്പാറാണ്. ഞാനിപ്പോൾ കുറച്ച് അധികം ഉണ്ടാക്കിയിട്ടുണ്ട്. സാമ്പാർ ഉണ്ടാക്കുമ്പോൾ പിന്നെ എന്തായാലും കുറച്ച് ഉണ്ടാക്കില്ല കേട്ടോ. നമ്മൾ എന്തായാലും കുറച്ച് കൂടുതലായിട്ട് തന്നെ ഉണ്ടാക്കും. ചപ്പാത്തിൻ്റെ കൂടെയും ബ്രേക്ക്ഫാസ്റ്റിന് ദോശയ്ക്കും ഒക്കെ ഉപയോഗിക്കും. പിന്നെ ഇതതിന് മീനും കൂടെ ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ കുക്കിംഗ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ബിരിയാണി ആണെങ്കിൽ ഒരൊറ്റ ബിരിയാണി പരിപാടി കഴിയൂലേ. ഇപ്പോൾ ഇങ്ങനെ സാധാ ചോറാണെങ്കിൽ നമുക്ക് ഓരോന്നോരോന്ന് എന്തൊക്കെ ഉണ്ടാക്കിയാലും നമുക്ക് മതിയാവൂല അല്ലേ. പിന്നെ ഇപ്പം ഞാൻ കുറച്ച് തൈരും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ല ആരാണ് വരുന്നതെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും.
നമ്മളെ തിരൂരുള്ള റഫീഖാൻ്റെ ഫ്രണ്ട് ബാബുവും ഫാമിലിയാണ് കേട്ടോ വരുന്നത്, മക്കളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവർ ഇന്നലെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൽപ്പറ്റയിൽ അവർ സ്റ്റേ ചെയ്തിട്ടുണ്ട് റിസോർട്ടിൽ. കാര്യം ഇന്നലെ ഞാനിവിടെ വീട്ടിലുണ്ടായിരുന്നില്ല, അപ്പോൾ അവരിങ്ങോട്ടേക്ക് വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇന്ന് നമ്മൾ വരാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ അവർ റൂമിൽ നിന്ന് നമ്മൾ ഗുണ്ടിൽപ്പെട്ടല്ലേ കാട് കാണാൻ അങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉച്ചയാകുമ്പോഴത്തേക്കും വീട്ടിലേക്ക് വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവൻ റഫീഖും ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അവർ വരുമ്പോഴത്തേക്കും റഫീഖയും എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ തൈരിൽ ഞാൻ വേറൊന്നും ആഡ് ചെയ്യുന്നില്ല. കാരണം കുറച്ച് നമ്മൾ എരിവില്ലാത്ത പച്ചമുളകാട്ടോ ഇട്ട് കൊടുത്ത്. കാരണം കുട്ടികൾ ഉണ്ടല്ലോ, അപ്പോൾ അവർക്ക് ഒന്നും കൂട്ടിയില്ലെങ്കിൽ നമ്മൾ തൈര് കൂട്ടുമല്ലോ ചില മക്കൾ. അപ്പോൾ എന്താണ് അവർ കഴിക്കുക എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് തൈരിൽ എരിവില്ലാത്ത പച്ചമുളകാട്ടോ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും സെറ്റാണ്. നമ്മളെ മീനും കൂടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് എടുത്ത് മാറ്റട്ടെ. പിന്നെ കുറേ പേര് നമ്മുടെ വടുക എന്താണെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നോക്കട്ടെ, എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ റെസിപ്പി ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല. കാര്യം എന്തെങ്കിലുമൊക്കെ തിരക്ക് വരുമ്പോൾ നമുക്ക് അതിനൊരു സമയം കിട്ടൂല കേട്ടോ. ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു വെയിലിൻ്റെ സമയത്ത് അത് ചെയ്യുകയും വേണം, പിന്നെ നമുക്ക് അങ്ങനെ ഉണങ്ങി കിട്ടൂല. അപ്പോൾ വടുക അതുപോലെ തന്നെ തുറമാങ്ങ ഇൻഷാ അല്ലാഹ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. മാങ്ങ കിട്ടണം, പിന്നെ എൻ്റെ സമയം എല്ലാം അനുകൂലമായിട്ട് നമുക്ക് വരണം. ഇൻഷാ അല്ലാഹ് ചെയ്യാട്ടോ, എന്തായാലും ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ വേറെന്താ അങ്ങനെ പിന്നെ ചെറുപയർ പായസം, ഏട്ടത്തിൻ്റെ ചെറുപയർ പായസം റെസിപ്പി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ ചെയ്യാം. ഇത് വിഷു ആഘോഷിക്കുന്നവർക്ക് പെട്ടെന്ന് എനിക്ക് പുറത്തു പോലും യാത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം പായസത്തിൻ്റെ റെസിപ്പി പെട്ടെന്ന് അവർക്ക് നമ്മൾ ഇതിൽ വിഷു ആഘോഷിക്കുന്നവർ ഒരുപാടുണ്ടല്ലോ, അപ്പോൾ അവർക്ക് വേണ്ട റെസിപ്പിയും കൂടെ നമ്മൾ കൊടുക്കണ്ടേ. ഈദ് വരുമ്പോൾ ഈദ്, വിഷു വരുമ്പോൾ വിഷുവിനുള്ള റെസിപ്പീസ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നതല്ലേ. അപ്പോൾ അതാണ് തിരക്കിട്ടിട്ട് ഞാൻ പായസത്തിൻ്റെ റെസിപ്പി ചെയ്തത്. അപ്പോൾ ചെറുപയർ പായസം ഇൻഷാ അല്ലാഹ് ഇനി അങ്ങോട്ട് പോകും തോറും ഞാൻ ഏതെങ്കിലുമൊക്കെ വ്ളോഗിൽ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. അതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക സമയവും സാവകാശമൊക്കെ ഒത്തു വരുമ്പോൾ ഏതിലെങ്കിലും ആഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇനി ഞാൻ അവർക്കുള്ളൊരു ഡ്രിങ്കും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. കാര്യം ഫുഡ് കഴിക്കാൻ വരുമ്പോൾ അവർക്ക് ജ്യൂസ് കാര്യങ്ങളൊക്കെ അതിന് ശേഷം കൊടുത്താൽ, നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ജ്യൂസ് കൊടുത്താൽ പിന്നെ ഫുഡ് കഴിക്കാൻ പറ്റില്ല. ശരിക്കും ഉച്ച സമയത്തല്ല അവർ വരുന്നത്. അപ്പോൾ ഞാൻ നമ്മളെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ സ്ക്വാഷില്ലേ അത് വെച്ചിട്ട് ഒരു എന്താ പറയുക റിഫ്രഷിങ് ഡ്രിങ്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറച്ച് മിൻറ്റ് ഇട്ട് കൊടുക്കുക, കുറച്ച് ലെമൺ ജ്യൂസ്, പിന്നെ പഞ്ചസാര ഓവർ വേണ്ടി വരില്ല. കാര്യം ആ ഒരു സ്ക്വാഷിൽ തന്നെ അത്യാവശ്യം മധുരം ഉണ്ടാവും, അതിട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ നല്ല തണുത്ത വെള്ളവും അല്ലെങ്കിൽ ഐസൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് ഈ ഡ്രിങ്ക് കഴിക്കാൻ. പിന്നെ ഞാൻ ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കണേ മറന്നു പോകരുത്. പിന്നെ കുറച്ച് നമ്മളെ കസ്കസില്ലേ അതും കൂടെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ അവർക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് അതും കൂടെ ചേർത്തിട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അവർ എത്തിയിട്ടില്ല കേട്ടോ ഇതുവരെ. സമയമൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. റഫീഖ വന്നു കേട്ടോ. റഫീഖ വന്നിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയി. അപ്പോൾ അവർ വിളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവർ വന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ അവരെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നല്ല സുഖമായിട്ട് വണ്ടി കയറ്റാം. അപ്പോൾ അങ്ങനെ അവർ അവിടെയാട്ടോ വണ്ടി അവിടെ നിർത്തിയിട്ട് വരുന്നുണ്ട്. ഇപ്പാണ് ശരിക്ക് അല്ല ഇപ്പാണ് ശരിക്കും എന്താണ് ബാബുട്ടാന്ന് ചോദിക്കേണ്ട അവസ്ഥ ഇത് കേട്ടോ. ആയിക്കോട്ടെ, അല്ലെങ്കിൽ കുഴപ്പമില്ല. വലൈക്കും അസ്സലാം. ഇതാരാ ഇത് പോ നോക്ക്. ഇതെന്താ കഴിക്കുന്നു? അറിയോ ഇല്ല സത്യം പറഞ്ഞത് മുടിയത് നമ്മൾ കണ്ടിക്കില്ലേ. അപ്പോൾ ഞാൻ അവർക്ക് വെള്ളമൊക്കെ കൊടുത്തതിന് ശേഷം ഇതാ ഫുഡൊക്കെ ടേബിളിലേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. ഇനി പുഡിങ് ഒന്ന് വിളമ്പാൻ നേരത്തെ നിങ്ങൾക്ക് ഇതിൻ്റെ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ടോ, നമുക്ക് ശരിക്കില്ലേ കേക്ക് പോലെ ഇത് കട്ട് ചെയ്തിട്ട് എടുക്കാം, അങ്ങനെയും എടുക്കാം. പിന്നെ സ്പൂണോട് ഇങ്ങനെ സ്കൂപ്പ് ചെയ്ത് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും എടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു ടെക്സ്ചറിലാണ് നമുക്ക് കിട്ടുക. നല്ല ക്രീമി ടെക്സ്ചറിലാട്ടോ കിട്ടുക. മധുരവും കാര്യങ്ങളൊക്കെ നല്ല കറക്റ്റാണ്, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ആക്കി നോക്കിക്കോ.
ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ഈസി അല്ലേ, നമ്മളെ കയ്യിലുള്ള ഒരു കസ്റ്റാർഡ് പൗഡറൊക്കെ എല്ലാവരുടെ കയ്യിലും, മിൽക്ക് മെയ്ഡും കാര്യങ്ങളൊക്കെ എല്ലാവരുടെ കയ്യിലും എപ്പോഴും ഉണ്ടാകുന്നതല്ലേ. ഒരു പാക്കറ്റ് പാലും ഉണ്ടെങ്കിൽ ബ്രെഡും നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാകുന്ന, അധികം ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് വേഗം തട്ടിക്കൂട്ടാൻ പറ്റുന്ന എന്നാൽ നല്ല റിച്ച് ആയിട്ടുള്ള ഒരു പുഡിങ്ങുമാണ് കേട്ടോ. നമ്മൾ ഫ്രഷ് ക്രീമും കാര്യങ്ങളൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ക്രീമി ടെക്സ്ചറും നല്ലൊരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഇതിന് കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. കുറേ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന, ബ്രെഡ് വെച്ചിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന പുഡിങ് കാണിക്കണേന്ന് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഇത് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും മസ്റ്റ് ട്രൈ കേട്ടോ. ചാനലിടാനാ ഇതിനൊരു സാധനം തീറ്റൊക്കെ തുടങ്ങി. പിന്നെ വാവ ചോറ് കഴിച്ചതാണ് കേട്ടോ. കാരണം ഇവർ വരാൻ വേണ്ടിയിട്ട് വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വാവക്ക് ചോറ് കൊടുത്തു. പിന്നെ നമ്മളും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇപ്പോൾ ഇതാ എല്ലാവരും പുഡിങ്ങൊക്കെ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ അത് അപ്പുറത്തിരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, റെസിപ്പിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ആക്കി നോക്കുക. വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളെല്ലാം കമൻറ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുതേ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ല കേട്ടോ. നമ്മളെ വീഡിയോയിൽ ഒരുപാട് ലൈക്ക് പണ്ടത്തേനും ഒരുപാട് ലൈക്ക് കുറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ മറന്നു പോകുന്നതായിരിക്കും. മറക്കാതെ ലൈക്കും കൂടെ ചെയ്തിട്ട് കമൻറ്റ് ഇട്ടിട്ട് വേണം നിങ്ങൾ പോകാൻ കേട്ടോ. അപ്പോൾ ഇതാ നല്ല മഴ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.